കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനകം ചില നിർണായകമായ ട്വിസ്റ്റുകൾ സംഭവിച്ചു. അതിലൊന്ന്, കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ലീഡർ ആയ ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJP ആസ്ഥാനത്തെത്തുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ വാളെടുക്കുകയും സ്വന്തം സഹോദരനായ കെ മുരളീധരൻ ഉറഞ്ഞു തുള്ളുകയും ചെയ്തു. ഇന്ന് നേരം പുലരുമ്പോൾ കേൾക്കുന്ന വാർത്ത, വടകരയിൽ ചുവരെഴുത്തും കഴിഞ്ഞ് പ്രചരണം തുടങ്ങിയ വടകരയുടെ സിറ്റിംഗ് MP കെ മുരളീധരൻ തൃശ്ശൂരിലെത്തുന്നു. സുരേഷ് ഗോപിയെ തകർത്ത് തൻ്റെ പെങ്ങളോടുള്ള പ്രതികാരം നിറവേറ്റുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപിച്ചത് മുരളീധരനല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. ഇവിടെ ഒരു ചെറിയ സംശയം ഉടലെടുക്കുന്നു. BJP കുഴിച്ച കുഴിയിൽ കോൺഗ്രസ് പതുക്കെ കേരളത്തിൽ വീഴുകയാണോ എന്നൊരു വലിയ സംശയം. കാരണം പത്മജ വേണുഗോപാലിനെ കിട്ടിയിട്ട് കേരളത്തിലെ BJPക്ക് വലിയ വളർച്ച ഉണ്ടാകുമെന്ന് BJPക്കാരോ നാട്ടുകാരോ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പത്മജ വേണുഗോപാൽ വരുന്നതുകൊണ്ട് BJPക്ക് ദേശീയ തലത്തിൽ അവർക്ക് പറയാൻ കഴിയും, കേരളത്തിലടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളൊക്കെ ഇന്ന് BJPയിലാണെന്ന്. AK ആന്റണിയുടെ മകൻ ആന്റണി വന്നു കഴിഞ്ഞു, കെ കരുണാകരൻ്റെ മകൾ BJPയിലാണ്. അങ്ങനെ അവർക്ക് ഒരു പ്രചരണം നടത്താൻ കഴിയും. പക്ഷേ കേരളത്തിൽ അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ പത്മജ വരുമ്പോൾ പത്മജയെ പോലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഈ അപമാനം നേരിടുന്ന അല്ലെങ്കിൽ അവഗണന നേരിടുന്ന ഒരുപിടി നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെയുണ്ട്. അവർക്കിനി പോകാൻ വേറെ വഴിയില്ല. 10 കൊല്ലമായി അധികാരം കണ്ടിട്ട് കേന്ദ്രത്തിലുമില്ല കേരളത്തിലുമില്ല, യാതൊരു നിലയും വിലയും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. സാമ്പത്തികം പോസ്റ്റ് ഒട്ടിക്കാനും മൈദ മേടിക്കാനും തികയാത്ത സാഹചര്യം. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വലിയ നിരാശയിലാണ് അണികളിൽ ഏറിയ പങ്കും. പോലീസുകാർ ഓടിച്ചിട്ട് കേസെടുക്കുമ്പോൾ അതൊന്ന് ഇറക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. പോസ്റ്ററുകൾ എവിടെയൊക്കെ പതിപ്പിക്കണമെന്ന് തീരുമാനിക്കുമെങ്കിലും അത് പതിപ്പിക്കാനുള്ള പണമില്ലാത്ത സാഹചര്യം. ഇതൊക്കെ നമ്മൾ 2019 കണ്ടതാണ്. ഇപ്പോൾ സ്ഥിതി കുറച്ചുകൂടി ദയനീയമായി തുടരുന്നു എന്ന് മാത്രം. ഈ ഒരു സാഹചര്യത്തിലാണ് കെ മുരളീധരൻ വടകര വിട്ട് തൃശ്ശൂരെത്തുന്നത്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യം ആണ് എന്ന് തോന്നുന്നില്ല. മുൻപ് ഇതുപോലെ BJPയുടെ ഒരേ ഒരു സീറ്റായ നേമത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ തോപ്പിക്കാൻ ഈ കെ മുരളീധരൻ നേമത്തെത്തി. സംഭവം BJPയുടെ ഉള്ള സീറ്റ് നഷ്ടപ്പെട്ടു, കുമ്മനം തോറ്റു. മുരളീധരൻ രണ്ടാമതെത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. 22,000 വോട്ട് നേടി മൂന്നാമത് ലാൻഡ് ചെയ്തു. അതേപോലത്തെ ഒരു അവസ്ഥ തന്നെ മുരളീധരൻ തൃശ്ശൂരും വരും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രതാപൻ കഴിഞ്ഞ 5 വർഷമായി കുളമാക്കിയിട്ട ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് തൃശ്ശൂർ. പ്രതാപന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ. അവിടെയാണ് മുരളീധരനെ കോൺഗ്രസ് പ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വണ്ടികളൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്ന ചില കാറുകൾ അവിടെ എവിടെയും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ചെറിയ ചേഞ്ചുകൾ വരുത്തി ആ സെയിം കാറുകൾ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറക്കുന്നത് പോലത്തെ ഒരു പ്രക്രിയ. പക്ഷേ വടകരയിൽ മുരളീധരൻ കുറച്ചുകൂടി ശക്തനാണ്. കാരണം കഴിഞ്ഞ 5 വർഷം അദ്ദേഹം അവിടുത്തെ MP ആയിരുന്നു. അവിടെ അനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. KK ശൈലജയെ പോലെ കരുത്തയായ ഒരു നേതാവിനെ നേരിടാൻ തക്ക കരുത്ത് കെ മുരളീധരനുണ്ട്. ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. അത് കളഞ്ഞു കുളിച്ച് കുളമാക്കിയിട്ട, അതായത് TM പ്രതാപൻ എന്ന് പറയുന്ന തൻ്റെ സഹപ്രവർത്തകൻ കുളമാക്കിയിട്ട ഈ തൃശ്ശൂർ വരുമ്പോൾ ജനങ്ങളോട് എന്താണ് പറയുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി താൻ ചെയ്യുമെന്നാണോ അതോ കഴിഞ്ഞ 5 കൊല്ലം തന്നിട്ട് തങ്ങളുടെ പാർട്ടിയുടെ പ്രമുഖനായ MP എന്തു ചെയ്തു എന്നാണോ ഉത്തരം നൽകേണ്ടത്? ഇതിനിടയിൽ BJPക്കാർ പത്മജയെ തൃശ്ശൂർ പ്രചരണത്തിനിറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പത്മജയെ തൃശ്ശൂർ പ്രചരണത്തിലിറക്കിയാൽ പത്മജയുടെ ചോദ്യങ്ങൾക്ക് ചേട്ടനായ മുരളീധരൻ മറുപടി പറഞ്ഞ് കുഴയേണ്ടി വരും. അണികൾക്ക് വായി വരുന്ന എന്തും പറയാം. മാങ്കൂട്ടത്തിൽ പോലുള്ളവർക്ക് തന്തയ്ക്കോ തലവഴിക്കോ വിളിക്കാം. ആവശ്യമെങ്കിൽ തുണിയും പൊക്കി കാണിക്കാം. പക്ഷേ അതുപോലെയല്ല ആങ്ങള പെങ്ങൾ പോര്, അല്ലെ സഹോദര സഹോദരി പോര്. അങ്ങനെയല്ല. പത്മജ പലതും വിളിച്ചു പറയുമ്പോൾ അതിനൊക്കെ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് മുരളീധരൻ മാറും. ഒപ്പം തന്നെ TN പ്രതാപൻ 5 കൊല്ലം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനല്ലല്ലോ കഴിഞ്ഞ നിങ്ങളുടെ MP എന്ന് പറഞ്ഞ് വിയർപ്പൊഴുക്കേണ്ടി വരും. അത് ജനം എത്രത്തോളം കേൾക്കുമെന്നുള്ളതും കാണേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ ജയിപ്പിച്ചു വിട്ടാൽ താൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞാലും ജനം വിശ്വസിക്കുമോ എന്നറിയില്ല. കാരണം തോറ്റു തുന്നം പാടിയിട്ടും 5-6 കൊല്ലമായി അവിടെ കിടന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാധാരണപ്പെട്ടവനുണ്ട്. സുരേഷ് ഗോപി എന്നാണ് പേര്. അദ്ദേഹം ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്നുള്ളതല്ല വിഷയം. ആ തോറ്റിട്ടും ആ മണ്ഡലം വിടാതെ പല കാര്യങ്ങളും ചെയ്ത ഒരാളോടാണോ സ്നേഹം? 5 കൊല്ലം ജയിപ്പിച്ച് വിട്ടിട്ട് ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്തൊരു MP, ആ MPക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ മറ്റൊരു MP അവിടെ കൊണ്ട് നിർത്തുന്നു. ആ MP അവിടെ കൊണ്ട് നിർത്തി ജയിപ്പിക്കാമെന്നുള്ള കോൺഗ്രസിൻ്റെ വ്യാമോഹം. കോൺഗ്രസ് പറയുന്നത് പത്മജയ്ക്ക് ഒരു പണി കൊടുക്കുക എന്നാണ്. പത്മജയ്ക്ക് പണി കൊടുക്കാൻ പത്മജ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല. പത്മജയെ കൊണ്ടുവന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് പറയാനൊരു കാരണം മാത്രമാണ്. അതായത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളുടെ മക്കളൊക്കെ ഇന്ന് BJPയിലാണ്. അതായത് കോൺഗ്രസ് കുടുംബത്തിൻ്റെ പുതിയ തലമുറ ഇന്ന് BJPയുടെ ഒപ്പമാണ് എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. ഇവിടെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. ഷാഫി പറമ്പിലിനെയാണ് ഇപ്പോൾ വടകരയിലേക്ക് നോക്കുന്നത്. ഷാഫിക്ക് പാലക്കാട് വിട്ടുപോകാൻ താല്പര്യമില്ല. ആർക്കും സ്വന്തം തട്ടകം വിട്ടുപോകാൻ ഭയമാണ്. കാരണം ആർക്കും ഒരു ഗ്യാരണ്ടിയില്ല.
മുമ്പ് കോൺഗ്രസിൻ്റേതടക്കമുള്ള നേതാക്കന്മാർ എവിടെങ്കിലുമൊക്കെ നിന്നാൽ ജയിച്ചു പോകുന്നൊരു ആത്മവിശ്വാസം അവർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു നേതാവ് പോലും CPM-ലുമില്ല, കോൺഗ്രസ്സിലുമില്ല. എന്ന് കരുതി BJP ഇവിടെ മലമറിക്കുമെന്നല്ല, BJP ഒന്നുമല്ല എങ്കിൽ പോലും ജനം ഇന്നിപ്പോൾ പതുക്കെ രാജാവായി മാറുകയാണ്. സ്ഥാനാർത്ഥികളല്ല ഇവിടെ താരം, ജനം തന്നെയാണ്. അതുകൊണ്ട് ജനം പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ കേട്ട് എവിടെങ്കിലുമൊക്കെ കുത്തുന്ന ശീലം മാറിത്തുടങ്ങിയിരിക്കുന്നു. നേർക്കുനേർ നിന്ന് ചോദിക്കാൻ അവൻ പഠിച്ചിരിക്കുന്നു. TN പ്രതാപൻ അമിത്ഷായുടെ മോദിയുടെയും മുഖത്ത് ചൂണ്ടുവിരൽ ഉയർത്തി ചോദിച്ചു എന്നാണ് പറയുന്നത്. പ്രതാപൻ പേടിക്കേണ്ട, നിങ്ങൾ വോട്ട് ചോദിച്ചു വന്നാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം തന്ന K മുരളീധരൻ വോട്ട് ചോദിച്ചു വന്നാൽ ഇവിടുത്തെ സാധാരണ ജനം നിങ്ങളുടെ മുഖത്തും വിരൽ ചൂണ്ടി ചോദിക്കും കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ എന്തുണ്ടാക്കിയെന്ന്. അതിനുത്തരം പറയാൻ പാവം മുരളീധരൻ നിർബന്ധിതനാകും, ബലിയാടാക്കപ്പെടും. ശരിക്കും മുരളീധരനെ ഒതുക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം മുരളീധരനായി ഒരുക്കിയ വാട്ടർലൂ ആണ് തൃശ്ശൂരെന്ന് പറയാതെ പറയേണ്ടി വരും. തൃശ്ശൂർ മുരളീധരൻ വന്നാൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല. കാരണം ഈ പ്രതാപന് വേണ്ടി അടിച്ച 3 ലക്ഷം പോസ്റ്ററുകൾ, അതിൻ്റെ പൈസ ഗോവിന്ദ. ഒപ്പം തന്നെ അവിടെ ഈ ചുവരെഴുത്തുകൾ അധികവും മായ്ച്ചു തുടങ്ങേണ്ടി വരും. മറ്റൊന്ന്, ഈ ബൂത്തുകൾക്ക് പ്രതാപൻ കൊടുത്ത കുറേ പണമുണ്ട്, അതും വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇന്ന് പ്രതാപൻ്റെ ഒരു ചിത്രം കണ്ടു, ഒരു വിഷ്വൽ കണ്ടു, അദ്ദേഹം മുരളീധരന് വേണ്ടി ചുവരെടുത്ത് നടത്തുന്നുവെന്ന്. നല്ല കാര്യമാണ്, പണിയെടുത്ത് ജീവിക്കാൻ ഇനിയെങ്കിലും പഠിക്കണം, ഇല്ലായെങ്കിൽ മുൻപോട്ട് പോവുക പ്രയാസകരമായിരിക്കും. ഏതായാലും മുരളീധരൻ വന്നതുകൊണ്ട് തൃശ്ശൂർ മാറ്റമൊന്നും സംഭവിക്കില്ല. മത്സരം പൊടിപാറും, പക്ഷേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ഏതായാലും കോൺഗ്രസ്സിന് തൃശ്ശൂരും വടകരയും ഏതാണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. KK ശൈലജയ്ക്ക് ശുക്രൻ ഉദിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.